എന്താണ് സ്ട്രോക്ക്? നമുക്കെല്ലാവർക്കും അറിയാം, ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ കൊഴുപ്പുണ്ടാകുന്നത് മൂലം രക്തക്കുഴലുകൾ അഥവാ ആർട്ടറീസ് ബ്ലോക്കായാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതെന്ന്. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുകയോ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം അഥവാ ഹെമറേജ് ഉണ്ടാകുമ്പോഴാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. സ്ട്രോക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബ്ലോക്കേജോ ക്ലോട്ടിങ്ങോ മൂലം ഉണ്ടാകുന്നത്, ഇതിന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തേത് എന്തെങ്കിലും രക്തസ്രാവമോ ഹെമറേജ് മൂലം ഉണ്ടാകുന്നത്, ഇതിനെ ഹെമറേജിക് സ്ട്രോക്ക് എന്നും വിളിക്കും. സാധാരണയായി ഹെമറേജിക് ഷോക്ക് ഉണ്ടാകുന്നത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ പ്രഷർ കൂടി അത് പൊട്ടുന്നതുകൊണ്ടാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ മാത്രം ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ബലൂൺ പോലെ വീർത്ത് അന്യൂറിസംസ് അത് പൊട്ടിയിട്ടും രക്തസ്രാവം അഥവാ ഹെമറേജ് ഉണ്ടാകുന്നു. ഈ രണ്ട് സ്ട്രോക്കിലും ഏതാണ് സംഭവിച്ചത് എന്ന് അറിയുന്നത് അനിവാര്യമാണെങ്കിലും പറയാം, 85% സ്ട്രോക്കും ഇസ്കീമിക് സ്ട്രോക്ക് ആവാനാണ് സാധ്യത. സ്ട്രോക്ക് ഉണ്ടായാൽ ആ വ്യക്തിയിൽ ഉടനെ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ? ഇത് ഓർത്തിരിക്കാൻ ഞാൻ ഈ പറയുന്ന വാക്ക് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബി ഫാസ്റ്റ്. ഇതിൽ ഓരോ ലെറ്റേഴ്സും ഞാൻ പറയാം. ബി ഫോർ ബാലൻസ്. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വേയിച്ചു പോകുന്ന പോലെ തോന്നുക. ഇനി ഇ ഫോർ ഐസ്. കാഴ്ചയിൽ മങ്ങൽ തോന്നുക, ഇല്ലെങ്കിൽ രണ്ടായി കാണുക. എഫ് ഫോർ ഫേസ്. മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുന്നതായി കാണുക. എ ഫോർ ആംസ്. കൈ ഉയർത്തിപ്പിടിക്കാൻ പറയുമ്പോൾ ഒരു വശത്തേക്ക് താണു പോവുക, ഉയർത്തിപ്പിടിക്കാൻ പറ്റാതിരിക്കുക, ഗ്രിപ്പ് കിട്ടാതിരിക്കുക. എസ് ഫോർ സ്പീച്ച്. പറയാൻ പറ്റുന്നില്ല, അതിലല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ടി എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ടാകുന്നത്. ടി ഫോർ ടൈം. ഉടനെ തന്നെ ആ വ്യക്തിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു സ്ട്രോക്ക് വന്നാൽ ആ വ്യക്തിയുടെ ഏറ്റവും വാല്യുബിൾ ടൈം 3.5 മുതൽ 4 മണിക്കൂറാണ്. ഇതിന് ഗോൾഡൻ അവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന പോലത്തെയുള്ള പ്രാഥമിക ശുശ്രൂഷകളൊന്നും സ്ട്രോക്കിനില്ല. ഇനി എന്തെല്ലാമാണ് നമ്മൾ സ്ട്രോക്കിലേക്ക് നയിക്കുന്നത്? 1. അമിതമായ വണ്ണം. 2. ഉയർന്ന BP അഥവാ രക്തസമ്മർദ്ദം. 3. വ്യായാമക്കുറവ്. 4. കൊളസ്ട്രോൾ. 5. പ്രമേഹം. ഇതുപോലെ മറ്റ് രോഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. സ്റ്റേ ഹെൽത്തി.